സ്വന്തം ക്യാമറയിൽ പകർത്തിയ ചിത്രശലഭങ്ങളുടെ 2023 പകർപ്പുകൾ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ഇതേക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കമൽജിത്ത് കരുണാകരനെ ആദരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. ചെയർമാൻ ആൻഡ്രൂ തുറൈൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷയുടെ വൈസ് പ്രസിഡന്റ് MP സജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരായ കമൽജിത്ത് ഒരു പ്രതിഭയാണ്. ഇപ്പോൾ നമ്മൾ പറയും പ്രതിഭകളൊക്കെ അപൂർവമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിൽ ഒരു പ്രതിഭയാണ്. സച്ചിൻ തെണ്ടുൽക്കറിനേക്കാൾ നന്നായി കളിച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ. അത് എവിടെ എത്തിയില്ല. അതുപോലെ അതിനേക്കാൾ പ്രതിഭയുള്ള ആളായിരുന്നു സച്ചിൻ്റെ കൂടെ കളിച്ച വിനോദ് കാംബ്ലി. അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയണം. ലോക റെക്കോർഡ് സച്ചിൻ്റെയും കാംബ്ലിയുടെയും പേരിലാണ്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഡബിൾ സെഞ്ചുറി അടിച്ച് അത്രയും അദ്ദേഹം പണം കണ്ടപ്പോൾ അതിൽ മയങ്ങി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി ഒരു വലിയ സച്ചിനൊന്നുമല്ല കാംബ്ലി ആയിരുന്നു ഇന്ത്യയിലെ ലോകത്തെ ക്രിക്കറ്റിനേക്കാൾ മിടുക്കനായിരുന്നു. നശിച്ചുപോയി. അപ്പോൾ പ്രതിഭകൾ ഇതേപോലെ ഇങ്ങനെ ഒരു പ്രതിഭകൾ ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് അവിടെയൊക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇതിപ്പോൾ സ്വന്തം ക്യാമറയിൽ 2000-ഓളം ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുത്ത് അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാഹിത്യ അക്കാദമിയിലോ ഞാൻ ഇങ്ങനെ ഇത് നടന്നു പോലും ഞാൻ അറിഞ്ഞില്ല. 2 ഗവൺമെൻറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. 10 വർഷം ഞാൻ ഗവൺമെൻറ്റിലെ PTA പ്രസിഡൻ്റായിരുന്നു. എനിക്ക് 3 പെൺകുട്ടി, അതുകൊണ്ട് 10 വർഷം കിട്ടിയത്. ഇപ്പോഴും ഞാൻ അവിടുത്തെ വികസന സമിതിയുടെ ചെയർമാനായിട്ട്. നമുക്കറിയാം, യുവജന ഈ പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഞങ്ങൾ SSLC ആയാലും +2 ആയാലും അതുപോലെ തന്നെ അവരെ ഏതൊക്കെ വിഷയങ്ങളിൽ റാങ്ക് നേടിയിട്ടുണ്ടോ, അവാർഡ് നേടിയിട്ടുണ്ടോ, അവരൊക്കെ അതിന് നന്നായി പരിപോഷിപ്പിക്കാൻ അവരൊക്കെ ഒരു താങ്ങ് ആവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 10-12 പേരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് എല്ലായ്പ്പോഴും ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും തിരക്ക് പിടിച്ച ആളുകളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സമയം കണ്ടെത്തി. ഇത് ഞാൻ നവംബർ മാസം അറിഞ്ഞതാണ്. സത്യത്തിൽ നമ്മുടെ ഒരു സമയക്കുറവ്. അതിൻ്റെ ഇടയിൽ ഈ കാലിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഇടപെടാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് അന്ന് ഒരാളുടെ സഹായമായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ചുറ്റുപാടിലൊക്കെ വണ്ടി ചെറുതായിട്ടൊന്ന് ഓടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. ബെന്നി ആഞ്ഞിലപ്പടി, ജനാർദ്ദൻ, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര സ്വദേശി കരാട്ടുപറമ്പിൽ കരുണാകരൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് കമൽജിത്ത്. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.